പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ദേശീയ പത്രദിനമായ ഇന്നൊരു കഥ കേൾക്കൂ. പത്രമാമൻ. പച്ചിലക്കാട്ടിലെ മുതിർന്ന കരടിമാമൻ പത്രവായനയിൽ മുടക്കം വരാത്ത ഒരാളായിരുന്നു. ദിവസവും കൃത്യമായി അദ്ദേഹം ഒന്നിലേറെ പത്രങ്ങൾ വായിക്കും. അറിവിൻ്റെ ഭണ്ഡാരമായ കരടിമാമനെ കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം രാവിലെ മാൻകുട്ടി, മുയൽക്കുട്ടി, കുട്ടിക്കുരങ്ങൻ, ആനക്കുട്ടി എന്നിവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരടിമാമൻ കയ്യിലൊരു പത്രവും പിടിച്ചുകൊണ്ട് വരുന്നത് അവർ കണ്ടു. "എന്താ മാമ കയ്യിൽ?" എന്ന് കുട്ടിക്കുരങ്ങൻ കൗതുകത്തോടെ ചോദിച്ചു. കരടിമാമൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഇതൊരു പത്രമാണ് കുഞ്ഞുങ്ങളെ. ലോകത്തിലെ എല്ലാ അറിവുകളും കഥകളും ഇതിൽ ഒളിച്ചിരിപ്പുണ്ട്." കുഞ്ഞുങ്ങൾ ചുറ്റും കൂടി. കരടിമാമൻ പത്രം വായിക്കാൻ തുടങ്ങി. ഇന്ന് വൈകുന്നേരം ശക്തമായ മഴ പെയ്യുമെന്ന് പത്രത്തിലുണ്ട്. അറിഞ്ഞോ, അപ്പുറത്തെ കാടുമായി ബന്ധിക്കാനുള്ള ഒരു പാലം തുറന്നു. ഒരു കുഞ്ഞു പക്ഷിയെ കുട്ടിക്കുരങ്ങനും കൂട്ടുകാരും കൂടി രക്ഷിച്ച കാര്യം ഇതിലുണ്ട്. കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നു. "ഓ, ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് അറിയാൻ പറ്റുമല്ലേ?" എന്നായി മാൻകുട്ടി. കരടിമാമൻ പറഞ്ഞു, "ദൈനംദിന അറിവുകൾ നേടാൻ പല മാർഗങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന നിസ്സാര കാര്യങ്ങൾ വരെ പത്രങ്ങൾ വഴിയാണ് നമുക്ക് അറിയാൻ പറ്റുക. യാത്രകൾ പോലെ സുഖകരമാണ് പത്രവായന. ഓരോ ദിവസവും ഓരോ പുതിയ അറിവുകൾ, പുതിയ ചിന്തകൾ നമുക്ക് ലഭിക്കും." "ഓഹോ, എങ്കിൽ ഞങ്ങളും പത്രം വായിക്കും. മാമൻ വരുത്തുന്ന പത്രം ഞങ്ങൾക്കും തരണേ." "അതിനെന്താ വിഷമം മക്കളെ, എൻ്റെ അടുത്ത് വന്നോളൂ. ഇവിടെയുള്ള പത്രങ്ങളെല്ലാം വായിക്കാം." കുഞ്ഞുങ്ങൾ രാവിലെ മാമനെ കാണാനെത്തും. മാമൻ ചിലപ്പോൾ പത്രം ഉറക്കെ വായിക്കും, ചിലപ്പോൾ കുഞ്ഞുങ്ങളായിരിക്കും പത്രം വായിക്കുന്നത്. വലിയ വലിയ വാക്കുകൾ ഒരുമിച്ച് വായിച്ച് പഠിച്ചു. വിജ്ഞാനവും വിനോദവും അവർക്ക് പത്രങ്ങളിൽ നിന്ന് ലഭിച്ചു. ദിവസങ്ങൾക്കകം മിടുക്കന്മാരായ അവർ കൂടുതൽ അറിവുകൾ നേടി. മഴ വരുന്നതിന് മുമ്പേ തയ്യാറാകാൻ അവർ പഠിച്ചു. കാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂട്ടായി ചിന്തിച്ചു. സന്തോഷത്തോടെ അവർ പറഞ്ഞു, "അറിവ് കൂടുന്നവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ." അപ്പോൾ മാമൻ പറഞ്ഞു, "അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങളാണ് ഈ കാട്ടിലെ ഏറ്റവും ശക്തന്മാർ." "അല്ലല്ല, കരടിമാമനാണ് ഏറ്റവും ശക്തൻ. കാരണം മാമൻ വർഷങ്ങളായി പത്രം വായിക്കുന്നതല്ലേ." അത് കേട്ട് മാമൻ ചിരിച്ചു. കുട്ടികളും പൊട്ടിച്ചിരിച്ചു.